ബ്രൂവറി കുടിവെള്ളം മുട്ടിക്കുമോ എന്ന ചോദ്യത്തിന് കുടിവെള്ളം മുട്ടിക്കുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഉന്നയിച്ച വിഷയം, അതിൽ മന്ത്രി എം പി രാജേഷ്, എക്സൈസ് മന്ത്രി മറുപടി പറഞ്ഞു തുടങ്ങുമ്പോൾ മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഒരു തർക്കമായിട്ടും അവരിൽ ആദ്യം ആര് പറയും എന്നുള്ള ഒരു മത്സരമായിട്ടും അതിനെ ചിത്രീകരിക്കാനാണ് ശ്രമിച്ചത്. രണ്ട് നേതാക്കളും പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച രണ്ട് കാര്യങ്ങൾ, ഈ ഒയാസിസ് കമ്പനിക്കെതിരായ രണ്ട് ആരോപണങ്ങൾ. ഒന്ന്, മദ്യനയ വിവാദത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ് ഇതിൻ്റെ ഉടമ എന്നുള്ളത്. രണ്ടാമത്തത്, പഞ്ചാബിൽ ഇവരുടെ മദ്യ കമ്പനി ഒരു പ്രദേശം മുഴുവൻ മലിനമാക്കി 4 കിലോമീറ്റർ അധികം വരുന്ന സ്ഥലത്തെ വ്യാവസായിക വേസ്റ്റ് കൊണ്ടുപോയി നശിപ്പിച്ചതിന് കേസുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പനിക്ക് എന്തിനാണ് കരാർ നൽകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ടെൻഡർ ഉണ്ടോ എന്നൊരു ചോദ്യം ഇപ്പോഴത്തെ രമേശ് ചെന്നിത്തല ചോദിക്കുന്നുണ്ട്. അതിന് മുൻപ് ഒരു വർഷം 5 കോടി ലിറ്റർ ഭൂഗർഭജലം ഊറ്റിയെടുക്കുന്ന ഒരു പദ്ധതിയാണ്. അങ്ങനെ ഒരു പ്ലാന്റ് എന്തിനാണ് പാലക്കാട്? പുതുശ്ശേരി പഞ്ചായത്തിൻ്റെ അനുമതിയുണ്ടോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ചെന്നിത്തല ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ അനുമതിയിൽ എങ്ങനെയാണ് ടെൻഡർ നടപടി എന്ന് ചോദിക്കുമ്പോൾ ടെൻഡർ നടപടിയുടെ ആവശ്യമില്ല എന്ന് എക്സൈസ് മന്ത്രി പറയുന്നു. അതൊരു വാദത്തിന് വേണമെങ്കിൽ സമ്മതിക്കാം. കാരണം ഒരു കമ്പനി ഇങ്ങോട്ട് പ്രപ്പോസൽ വയ്ക്കുമ്പോൾ അതിൽ ഒരു ടെൻഡറിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്, അതായത് സർക്കാർ അങ്ങോട്ട് വയ്ക്കുന്ന ഒരു പദ്ധതിയല്ല, സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പദ്ധതി ആകുമ്പോഴാണ് ടെൻഡർ വയ്ക്കുക. വ്യവസായ നിക്ഷേപം. അതെ. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസലാണ്. ആ പ്രപ്പോസൽ അതേപടി സ്വീകരിക്കുക എന്നുള്ളതല്ലല്ലോ സർക്കാരിൻ്റെ രീതി. അത് എന്തുകൊണ്ട് പാലക്കാട് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാൻ പാലക്കാട് മന്ത്രിയായ എം പി രാജേഷിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം. പാലക്കാട് പോലുള്ളൊരു സ്ഥലത്ത് അവിടെ ജലലഭ്യതയിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ട്, കഞ്ചിക്കോട് എലപ്പുള്ളി പഞ്ചായത്തിലെ വിക്ടറി പേപ്പർ മില്ലിലെ 26 ഏക്കർ സ്ഥലത്ത് 6-ാം വാർഡിലാണ് ഈ ഡിസ്റ്റിലറി പ്ലാന്റ് വരാൻ പോകുന്നത്. അവിടെ ശുദ്ധജലത്തിന് വേണ്ടി എല്ലാ വർഷവും ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു പ്രദേശമാണ്. ഒരു ശുദ്ധജല വിതരണ പദ്ധതി നടപ്പാക്കാൻ പറ്റാത്ത സ്ഥലമാണ്. അവിടെ 10,000-ലധികം പേർ കഴിയുന്ന എലപ്പുള്ളിയിൽ 500-നടുത്ത കുഴൽക്കിണറുകൾ ഇതിനകം കുഴിച്ചിട്ടുണ്ട്. അതിൽ 400-ൽ താഴെ കുഴൽക്കിണറിൽ മാത്രമേ വെള്ളം വരുന്നുള്ളൂ എന്നൊരു പ്രശ്നം കൂടിയാണ്. അപ്പോൾ അത്രത്തോളം വെള്ളം ബുദ്ധിമുട്ടുന്ന വരണ്ട പ്രദേശമാണ്. അവിടെ മഴവെള്ളം ശേഖരിച്ചുകൊണ്ട് പദ്ധതി നടപ്പാക്കുമെന്നൊക്കെ പറയുന്നത് എന്തൊരു തമാശയാണ്. അങ്ങനെ മഴവെള്ളം ശേഖരിക്കാൻ പറ്റുകയാണെങ്കിൽ അവിടുത്തെ കുടിവെള്ളക്ഷാമം തന്നെ പരിഹരിക്കാൻ പറ്റില്ലേ? അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകാൻ പറ്റാത്തൊരു കാര്യം. നിലവിൽ അവിടെ സർക്കാരിൻ്റെ തന്നെ ഉടമസ്ഥതയിൽ ചിറ്റൂർ ഷുഗേഴ്സും മലബാർ ഡിസ്റ്റിലറീസും ഉണ്ട്. അവർക്ക് 10 വർഷമായി അവിടെ പദ്ധതി തുടങ്ങാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? കുടിവെള്ള പ്രശ്നമാണ്. അപ്പോൾ ആ പ്രശ്നം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള 2 കമ്പനികൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തത് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ്. അപ്പോൾ അതേ കാര്യം അതേ ജില്ലയിൽ ഇതുപോലൊരു പ്രദേശത്ത്, അതുപോലെ പ്ലാച്ചിമട സമരം എന്നുള്ളത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത്, അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട സമരമാണ് പ്ലാച്ചിമട സമരം. അതിൻ്റെ ഒടുവിൽ എന്ത് സംഭവിച്ചു? ഇപ്പോൾ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ 2011-ൽ അതിന് കണക്കുകൾ അങ്ങോട്ട് നൽകുകയും അതിനുശേഷം കേന്ദ്ര സർക്കാർ അതിന്മേൽ മറുപടി നൽകുകയും ആ മറുപടി അത് നഷ്ടപരിഹാരം ഇല്ല എന്നുള്ള മറുപടിയായിരുന്നു. പിന്നെ രാഷ്ട്രപതിക്ക് അയച്ച ശേഷം നഷ്ടപരിഹാരം ലഭിക്കില്ല എന്ന മറുപടിയാണ് ഇപ്പോൾ 2015 ലഭിച്ചിരിക്കുന്നത്. വർഷം ഇത്രയായി, അതിന്മേൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ സമരം എന്തായിരുന്നു? അവിടുത്തെ ജനങ്ങൾ എന്താണ് അനുഭവിച്ചത്? കുടിവെള്ളം മാത്രമല്ല, കൃഷി നശിച്ചു, ജീവിതം തന്നെ ബുദ്ധിമുട്ടിലായ 10,000-ങ്ങളുടെ കാര്യമാണ് ലോകം മുഴുവൻ ചർച്ച ചെയ്ത്, അല്ലെങ്കിൽ രാജ്യം മുഴുവൻ ചർച്ച ചെയ്തൊരു വലിയ സമരമാണ്. അവിടേക്ക് ആരൊക്കെ വന്നു? സമരസമിതി, വന്ദന ശിവയെ പോലുള്ളവരൊക്കെ അവിടെ വന്നുപോയി. മേധാ പട്കർ വന്നു. അപ്പോൾ കേരളം ഒരുപാട് കാലം ചർച്ച ചെയ്താണ്. അന്ന് സമരത്തിന്റെ ഭാഗമായിരുന്ന ഡിവൈഎഫ്ഐയുടെ ഭാഗമായിരുന്നു ഇന്നത്തെ എക്സൈസ് മന്ത്രി എം പി രാജേഷ്. അന്ന് പ്ലാച്ചിമട സമരവുമായി ബന്ധപ്പെട്ട ഒരു നിലപാടെടുത്തിട്ടുള്ള ഒരാളാണ് എം പി രാജേഷ്. ആ എക്സൈസ് മന്ത്രിയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറയുന്നത് ഈ ബ്രൂവറി വരാൻ തീരുമാനം വന്നിരിക്കുന്നു. അന്നത്തെ പ്രതിഷേധം എം പി രാജേഷിന് അറിയാവുന്നതാണ്. ഇന്ന് അവിടേക്ക് പഞ്ചായത്തിന് പോലും അനുമതിയില്ലാതെ ഇങ്ങനൊരു ഉത്തരവിറക്കുമ്പോൾ, ഇപ്പോൾ 4 വർഷം മുമ്പ്, 2 വർഷം മുമ്പാണോ, 2018-ൽ ബ്രൂവറി അനുമതി കൊടുത്തു. 4 ബ്രൂവറികൾക്ക് അനുമതി കൊടുത്തു. അത് മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യാതെ നടന്ന തീരുമാനമാണ്. അത് പ്രളയകാലമാണ്. പ്രളയകാലത്തിൻ്റെ സമയത്ത് അത് വലിയ വിവാദമായി, പ്രതിപക്ഷം വലിയ രൂപത്തിൽ അത് ചർച്ച ചെയ്തു. അതിനുശേഷം ആ തീരുമാനത്തിൽ നിന്ന് പിന്നാക്കം പോയി. അതിനുശേഷം ഇപ്പോഴാണ് ഇങ്ങനെ അതിന് തീരുമാനം പിന്നാക്കം പോയത്. പിന്നെ പ്രതിപക്ഷത്തിന്റെ മാത്രം വിജയമല്ല, അന്ന് ഭയങ്കര കൗതുകരമായ ഒരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്താ അറിയാമോ? അന്ന് മലമ്പുഴയിൽ എൻ്റെ മണ്ഡലത്തിൽ ഇത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര കമ്മിറ്റിക്കും സംസ്ഥാന കമ്മിറ്റിക്കും അവിടുത്തെ MLA ഒരു കത്ത് കൊടുത്തായിരുന്നു. ആ MLAയുടെ പേര് VS അച്യുതാനന്ദൻ, മലമ്പുഴയിലെ. അതാണ്. അപ്പോൾ അന്ന് ആ തീരുമാനത്തിൽ നിന്ന് പിന്നാക്കം പോയി. ഈ പ്ലാച്ചിമട സമരത്തിനും VSന്റെ നിലപാടൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടാണല്ലോ. നമ്മുടെ ആ കാലത്ത് നിലപാടെടുത്തുന്നവരാണ് ഇന്നിപ്പോൾ ഇവിടെ നല്ല മദ്യം കിട്ടാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ മൾട്ടി ഫീഡ് ഡിസ്റ്റിലേഷൻ അതാണ് വരുന്നത്. സ്പിരിറ്റും
ബ്രാൻഡിയും ബോട്ട്ലിംഗ് പ്ലാന്റും ഇതൊക്കെയാണ് പാലക്കാടിന് നൽകുന്നതെന്നാണ് പറയുന്നത്. പാലക്കാടിന് യഥാർത്ഥത്തിൽ അതാണോ വേണ്ടത്? പാലക്കാടിൻ്റെ യഥാർത്ഥ പ്രശ്നം കുടിവെള്ളമാണ്. അതിലേക്ക് എത്താതെ അവിടെ മദ്യം നന്നായി ഒഴുക്കാനുള്ളൊരു സംവിധാനം അവിടെ ഒരുക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനം എങ്ങനെ അത് കേൾക്കുമെന്നുള്ള ചോദ്യം കൂടി വരുന്നുണ്ട്. പ്രതിപക്ഷം പറയുന്നത്, അവിടുത്തെ MP പറയുന്നത്, ശ്രീകണ്ഠൻ പറയുന്നത് അവിടേക്ക് എത്താൻ സമ്മതിക്കില്ല, ഒരു തരത്തിലും അനുവദിക്കില്ല എന്നുള്ള കാര്യം പ്രതിപക്ഷം അത് കൃത്യമായി പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ലോക്കൽ ബോഡിക്ക് ലൈസൻസ് വേണമെങ്കിൽ കട്ട് ചെയ്യാം, ഇതൊരു പ്രാഥമികമായ കാര്യം മാത്രം എന്നൊരു വാദമൊക്കെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ലൈസൻസ് കട്ട് ചെയ്യുക? എക്സൈസ് വകുപ്പ് ഇതിനകം തന്നെ ലൈസൻസ് ഫീ വാങ്ങി വെച്ചിരിക്കുന്നു. അപ്പോൾ സർക്കാർ സ്വിഫ്റ്റ് വഴി പോയാൽ 3 വർഷത്തിന് ശേഷം പഞ്ചായത്തിന്റെ അനുമതി കിട്ടിയാൽ മതി, രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പോൾ അതുവരെ വേണമെങ്കിൽ നടപ്പാക്കാം. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് അതാണ് ഇപ്പോൾ കിട്ടുന്ന തുക, ഇപ്പോൾ സർക്കാരിന് സ്റ്റേറ്റിന് കിട്ടുന്ന വരുമാനം എന്നുള്ളതാണ്. ഇനി പറയുന്ന ഒരു കാര്യം, നല്ല മദ്യം ഇവിടെ കിട്ടാനില്ല, എപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നു. അതിൽ ഇപ്പോൾ ഈ ബിയറിൻ്റെ കാര്യം, ബ്രൂവറി എന്നാൽ ബിയർ ഉണ്ടാക്കാനുള്ള സംവിധാനമാണല്ലോ. മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന ബിയറിൽ ഗ്ലിസറിൻ്റെ അംശം കൂടുതലാണ്. അപ്പോൾ അത് കൂടുതൽ കാലം കേടുകൂടാതെ നിൽക്കാനുള്ള പ്രിസർവേറ്റീവ്സ് അതിലിടുന്നു. അത് പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പക്ഷേ നമ്മൾ തന്നെ ഇവിടെ ഒരു ബ്രൂവറി കൊണ്ടുവന്നാൽ അപ്പപ്പോൾ ഉണ്ടാക്കുന്നു, അപ്പപ്പോൾ വിൽക്കുന്നു. അപ്പോൾ കൂടുതൽ കാലം വെക്കേണ്ട വിഷയം വരുന്നില്ല. അതുകൊണ്ട് നല്ല മദ്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ സംസ്ഥാന സർക്കാർ, ഈ ഇടത് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എന്തായിരുന്നു പ്രകടന പത്രികയിൽ പറഞ്ഞത്? മദ്യവർജനമാണ് നയം എന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ മദ്യവർജനം എന്നൊരു നയമാവുകയും അതേസമയം എന്താണ് ഈ ചെത്തുതൊഴിലാളികളെയൊക്കെ സംരക്ഷിക്കാൻ വേണം, അതൊരു വസ്തൊരു നിലപാടായി അവിടെ നിൽക്കുന്നു. പക്ഷേ അത് യഥാർത്ഥത്തിൽ ചെത്തുതൊഴിലാളികളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണോ ഇവിടെ ഉണ്ടായിട്ടുള്ളത്? ഇവിടുത്തെ ബാറുകളുടെ എണ്ണം ഏത് രൂപത്തിൽ വർദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ബാറുകളുടെ എണ്ണം ഇരട്ടിയിലധികവുമായി വർദ്ധിക്കുകയും പിന്നീട് അന്ന് അധികാരത്തിലേറാൻ വേണ്ടി മദ്യവിരുദ്ധമായ പരസ്യങ്ങൾ കൊടുത്തു, സിനിമാ താരങ്ങളെ കൊണ്ട് പരസ്യങ്ങൾ കൊടുത്ത് അങ്ങനെയൊക്കെ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് അധികാരത്തിൽ ഏറിയവരാണ്. ഇപ്പോൾ 28 ബാറിൽ നിന്നും 856 ബാറുകളായിരിക്കുന്നു എന്നുള്ളതാണ്. 856 ബാറുകളാകുമ്പോൾ ഇവിടെ മദ്യവർജനവുമായി ബന്ധപ്പെട്ട് വിമുക്തി മിഷൻ നടപ്പാക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് മറുവാദമായി പറയുന്നത്. വിമുക്തി മിഷൻ അവിടെ നന്നായി പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു വാദമാണ് പറയുന്നത്. ഇതിന് ഇപ്പോൾ ഈ കമ്പനി ഇവിടെ വരുമ്പോൾ അത് ഏതൊക്കെ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ കൃത്യമായ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ വിമുക്തി മിഷൻ നടക്കുന്നു എന്നുള്ളൊരു വാദം ഇവിടെ പറയുന്നു. നീ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. പഞ്ചാബിൽ ഇപ്പോൾ ഈ കമ്പനി ഉണ്ടാക്കിയ എന്താ പറയുക അല്ല, അവിടെ അടച്ചുപൂട്ടി, അവിടുത്തെ സ്ഥാപനം അടച്ചുപൂട്ടി, വലിയ വിവാദത്തിന് ശേഷം അടച്ചുപൂട്ടി എന്നാണ് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് ഈ ഡ്രൈ ഡേ ഒഴിവാക്കാൻ വേണ്ടി, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തായിരുന്നു അല്ലേ, ഡ്രൈ ഡേ ഒഴിവാക്കാൻ ബാർ ഉടമകൾ കോഴ നൽകി എന്നുള്ളൊരു ആരോപണമുണ്ടായിരുന്നു. അത് ഒരു വിധത്തിൽ ചർച്ച ചെയ്ത് പിന്നീട് അത് മുങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു വശത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ബാർ ഉടമകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ UDF സർക്കാരുമായി ബന്ധപ്പെട്ട് ബാർ കോഴ ആരോപണം ഉണ്ടായതാണ്. അത് ഏത് രൂപത്തിലൊക്കെ ചർച്ചയായി എന്നും അവസാനം 28 ബാറിലേക്ക് എങ്ങനെ ചുരുങ്ങിയെന്നുമൊക്കെ നമ്മുടെ മുന്നിലുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ എത്രത്തോളം ആത്മാർത്ഥത കാണിക്കുന്നു? ഇപ്പോൾ മദ്യവർജനം എന്ന വിഷയം മാറ്റി മദ്യ ലഭ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാർ പറയുന്ന വാദങ്ങൾ, അവിടെ ആരോഗ്യ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. എന്തുകൊണ്ട് പാലക്കാട്? എന്തിന് പാലക്കാട്? അവിടെ കുടിവെള്ള പ്രശ്നമുള്ള ഒരു സ്ഥലത്തെ എന്തിന് തെരഞ്ഞെടുത്തു എന്നാൽ കൃത്യമായ മറുപടി പറയേണ്ടി വരും. അതിൽ സർക്കാരിന് കോഴ ലഭിച്ചോ എന്ന പ്രതിപക്ഷം ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി പറയേണ്ടി വരും. ഒയാസിസ് കേന്ദ്രാനുമതിയുള്ള കേന്ദ്രത്തിൻ്റെ പട്ടികയിലുള്ള കമ്പനിയാണ്, ഇതാണ് പറയുന്ന ഒരു വാദം. 2 പൊതുമേഖലാ ഓയിൽ കമ്പനികളുമായി ഒയാസിസിന് ധാരണയുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ കേന്ദ്ര സബ്സിഡി കിട്ടും. അപ്പോൾ സർക്കാരിന് തത്വത്തിൽ അംഗീകാരം കൊടുക്കാൻ കഴിയും. അപ്പോൾ സബ്സിഡി കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് ഈ ഇങ്ങനെ ഒരു കമ്പനിക്ക് അനുമതി കൊടുത്തതെന്നുള്ള വാദത്തിന് പറയാം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ധാർമ്മികമായ പ്രശ്നം, പാലക്കാട് ജനതയെ സംബന്ധിച്ച പ്രശ്നം, ഇത് വലിയ പ്രക്ഷോഭത്തിലും സമരത്തിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പാലക്കാടുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് തിങ്കളാഴ്ച സഭയിൽ ഉയരാൻ പോകുന്നത്. ഒയാസിസ് കമ്പനിക്ക് അനുമതി നൽകിയതിനെക്കുറിച്ച് എക്സൈസ് മന്ത്രിയും മുഖ്യമന്ത്രിയും വിശദീകരിക്കേണ്ടി വരുമെന്നുള്ളതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഇത് വെള്ളമൂറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് തന്നെ പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം വാട്ടർ അതോറിറ്റിക്ക് വെള്ളം അങ്ങനെ ലീറ്റർ കണക്കിന് കൊടുക്കാൻ ഉണ്ടാകില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. Meet the editors.